എല്ലാവർക്കും നമസ്കാരം. പൂന്താനത്തിൻ്റെ ശ്രീകൃഷ്ണ കർണാമൃതം ആണെന്ന് നോക്കുന്നത്. കഴിഞ്ഞ തവണ നമ്മൾ യശോദ തൈര് കടഞ്ഞ് നല്ല പുതിയ വെണ്ണ കണ്ണന് കൊടുക്കുമ്പോഴുള്ള ആ സന്തോഷം ആണ് നമ്മൾ കണ്ടത് അല്ലേ. ഇപ്രാവശ്യം എന്താ നോക്കാം. ശ്ലോകം ചൊല്ലാം. 28ാമത്തെ ശ്ലോകമാണ്. കണ്ണാടിയിൽ കണ്ടു കളായരമ്യം, കണ്ണിൽ തെളിഞ്ഞോരു മുഖാരവിന്ദം, ചങ്ങാതി എന്നിട്ടു ചിരിച്ചു കണ്ണൻ, കണ്ണാടി പൂണുന്നതു കണ്ടിതാവൂ. കണ്ണാടിയിൽ കണ്ടു കളായരമ്യം. കളായരമ്യം മുഖാരവിന്ദം. കണ്ണാടിയിൽ നോക്കിയപ്പോൾ കായാമ്പൂ പോലെ സുന്ദരമായ പൂമേനി, കളായരമ്യമായ മുഖകമലം. അതുപോലെ കണ്ണാടിയിൽ കണ്ണൻ നോക്കുമ്പോൾ കണ്ണൻ്റെ പ്രതിബിംബം കണ്ണാടിയിൽ കാണും. അപ്പോൾ കണ്ണൻ പറഞ്ഞാൽ അതാ ചങ്ങാതി, എൻ്റെ ചങ്ങാതിയാണ്, എൻ്റെ തോഴനാണ്, അവിടെ ദാ നിൽക്കണു എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കാൻ പോകുമത്രേ. അങ്ങനെ ചങ്ങാതി എന്നിട്ട് ചിരിച്ചു കണ്ണൻ, കണ്ണാടി പൂണുന്നത് കണ്ടിതാവൂ. ആ കൂട്ടുകാരനാണ് എന്ന് പറഞ്ഞ് അങ്ങനെ കെട്ടിപ്പിടിക്കാൻ ശ്രമിക്കും. അങ്ങനെ നിൽക്കുന്ന അങ്ങനെയുള്ള കണ്ണനെ കാണുമോ, കണ്ടിതാവൂ, ഞാൻ കാണുമോ, എനിക്ക് കാണാൻ പറ്റുമോ, അങ്ങനെ ആ ഒരു രംഗം എനിക്ക് കാണാൻ പറ്റുമോ എന്നാണ് പൂന്താനം ചോദിക്കുന്നത്. ഇതിൽ വേറൊരു അർത്ഥവും കൂടി ഉണ്ട്. ആധ്യാത്മികമായിട്ട് നോക്കുമ്പോൾ ജീവാത്മാവും പരമാത്മാവും, ജീവാത്മാവിൻ്റെ ആ പ്രതിബിംബം, അല്ലെങ്കിൽ നേരെ തിരിച്ചും ആവാം. അങ്ങനെ അങ്ങനെ ഒരു അർത്ഥവും കൂടി നമുക്ക് കാണാം ഇതിൽ. കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മുടെ തന്നെ പ്രതിബിംബം കാണുമല്ലോ. അപ്പോൾ അങ്ങനെ ജീവാത്മാവും പരമാത്മാവും എന്നുള്ള ആ ഒരു അർത്ഥവും കൂടി ഈ ഒരു ശ്ലോകത്തിൽ നിന്ന് കാണാം. അടുത്ത ശ്ലോകം 29. ഏലസ്സും മണിയും ചിലമ്പുതളയും കോലാഹലത്തോടെയാ മേളത്തിൽ കളിയും, ചിരിച്ച മുഖവും തൃക്കൈകളിൽ താളവും, കാലിക്കാൽ പൊടിയും കളായ നിറവും കാരുണ്യവായ്പും തഥാ, ബാലകൃഷ്ണനടുത്തു വന്നൊരു ദിനം കണ്ടാവു കൺകൊണ്ടു ഞാൻ. മുമ്പൊരു ശ്ലോകത്തിലും ഇതുപോലെ ഏലസിൻ്റെയും മണിയുടെയും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 17ാമത്തെ ശ്ലോകത്തിൽ ഏലസ്സു പൊന്മണി ചിലമ്പ് പൊന്നരഞ്ഞാൾ, അങ്ങനെ നമ്മളൊരു ശ്ലോകം കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഏലസ്സും മണിയും ചിലമ്പുതളയും കോലാഹലത്തോടെ, എല്ലാ അലങ്കാരങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ ഈ പറഞ്ഞ ആഭരണങ്ങളിൽ നിന്നും ഇങ്ങനെ എല്ലാത്തിൽ നിന്നും ഒരുമിച്ചുണ്ടാകുന്ന ഏതിൻ്റെയൊക്കെയാണെന്ന് വേർതിരിച്ചറിയാൻ പറ്റാത്ത എല്ലാം കൂടി ഒന്നിച്ചിട്ടുള്ള ആ ഒരു ശബ്ദം. പിന്നെ തൃക്കൈകളിൽ താളവും, കൈകൾ കൊണ്ട് താളം കൊട്ടിക്കൊണ്ട് താളം പിടിച്ചിട്ടുള്ള ആ ഒരു നടപ്പ്. ഇങ്ങനെ നടക്കുമ്പോൾ എല്ലാ ആഭരണങ്ങളും കിണിന്ന് കിലുങ്ങും. ഇന്നതിൻ്റെയാണ് എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ കൈ കൊട്ടി ഓടി നടക്കും. തൃക്കൈകളിൽ താളവും. പിന്നെ കാലിക്കാൽപ്പൊടി, പശുക്കളുടെ കൂടെ അങ്ങനെ നടക്കുമല്ലോ. അപ്പോൾ പശുക്കൾ നടക്കുമ്പോൾ ധാരാളം പൊടി അന്തരീക്ഷത്തിൽ പൊങ്ങും. ഒരുപാട് പശുക്കളുണ്ടാവും. ഒന്നും രണ്ടും പശുക്കളൊന്നും അല്ല, ഒരുപാട് പശുക്കളുടെ കൂടെയാണ് കണ്ണൻ ഈ നടക്കുന്നത്. അപ്പോൾ അവരെല്ലാവരും കൂടി അങ്ങനെ നടക്കുമ്പോൾ പൂഴി മുഴുവൻ അന്തരീക്ഷത്തിൽ പൊങ്ങും. അപ്പോൾ ആ പൂഴി മുഴുവനും കണ്ണൻ്റെ മേത്തും ആവും
നമ്മുടെ മേലൊക്കെ നമ്മുടെ കുട്ടികളും ഇതുപോലെ ഈ മണ്ണിലും ഒക്കെ ഉരുണ്ട് കളിച്ച് നടക്കുമ്പോൾ കാണാറില്ലേ, മേത്ത് മുഴുവൻ ചെളി. ആ പൊടി പശുക്കൾ നടക്കുമ്പോൾ ശരീരത്തിൽ വ്യാപിക്കുന്ന ആ പൊടി. പിന്നെ കളായ നിറം, കായാമ്പൂവിൻ്റെ നിറം, കളായ നിറം. കാരുണ്യവായ്പ്. ഭഗവാൻ എപ്പോഴും എല്ലാവരോടും കാരുണ്യമാണ്. ഭഗവാന്റെ മുഖത്തേക്ക് നോക്കിയാൽ നമുക്ക് ആ കണ്ണിൽ കാണാം ഭഗവാന്റെ കാരുണ്യം. എത്രയോ കാരുണ്യം ഭഗവാന് നമ്മളോടുണ്ട്. അതുകൊണ്ടാണ് ഈ ഭൂമിയിൽ നമ്മൾ ഇത്രയും എല്ലാ സൗകര്യങ്ങളോടും കൂടി നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് വേണ്ടതെല്ലാം ഭഗവാൻ ഈ ഭൂമിയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഭൂമിയിൽ നിന്നല്ലാതെ വേറെ എവിടുന്നെങ്കിലും നമുക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? എല്ലാം ഈ ഭൂമിയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് മനുഷ്യന് മാത്രമല്ല, സകല ജീവികൾക്കും ഉള്ളത് ഭൂമിയിൽ ഒരുക്കി. കാരുണ്യത്തോടെ ആണ് നമ്മളെ ഭഗവാൻ ഈ ഭൂമിയിലേക്ക് വിട്ടേക്കുന്നത്. അങ്ങനെയുള്ള കാരുണ്യം, അങ്ങനെയുള്ള കാരുണ്യത്തോടെയുള്ള ഉണ്ണികൃഷ്ണൻ, ബാലകൃഷ്ണനെ എന്നാണ് കാണാൻ പറ്റുക. എന്നെങ്കിലും ഒരു ദിവസം അങ്ങനെ ആ കൃഷ്ണൻ്റെ കളികൾ എന്നെങ്കിലും ഒരു ദിവസം കാണാൻ പറ്റുമോ എന്നാണ്. ഈ വില്യമംഗലത്തിൻ്റെ പോലെ തന്നെ പൂന്താനവും അങ്ങനെ മോഹിച്ച് ആ കളികളും ഒക്കെ ഓർത്തിട്ടാണ് ഈ കാലം കഴിയണത്. അടുത്ത ശ്ലോകം. മണ്ണിൽ പിറന്നു സുഖമേ മധുസൂദനൻ താൻ, ഉണ്ണിക്കിടാവു വടിവായി വളരുന്ന കാലം, വെണ്ണയ്ക്കു വന്നു പിശകും പുനരെന്നതല്ലി പെണ്ണുങ്ങൾ വേറെയൊരിടം കരുതിയിടിനാർ പോൽ. മണ്ണിൽ പിറന്നു സുഖമേ മധുസൂദനൻ താൻ. മധുസൂദനൻ എന്ന് പറഞ്ഞാൽ ആരാ? മധുകൈടഭന്മാരെ നിഗ്രഹിച്ച ആളായതുകൊണ്ടാണ് ഭഗവാന് മധുസൂദനൻ എന്ന് പേര് വന്നത്. അതിലൊരു കഥയുണ്ട്. ഭഗവാനാണ് ജഗദംബികയുടെ സഹായത്തോടെ ഭഗവാനാണ് മധുസൂദനന്മാരെ കൊന്നത്. മധുസൂദനൻ അല്ല, കൈടഭൻ എന്നീ 2 അസുരന്മാരുണ്ടായിരുന്നു. അവരെ കൊന്നത് ഭഗവാനാണ്. ഭഗവാൻ മഹാപ്രളയകാലത്തിൽ ഭഗവാൻ യോഗനിദ്രയിൽ കിടക്കണ സമയത്ത് എല്ലായിടത്തും ഇതാണ് വെള്ളമാണ്, സകല ദിക്കിലും വെള്ളമാണ്. അതിന് ഏകാർണവം എന്നാണ് പറയുക. പ്രളയത്തിന് മുമ്പ് സപ്താർണവം ആണ് ഭൂമി, 7 കടലുകൾ ഇല്ലേ. പ്രളയം കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒന്നാവും. അപ്പോൾ അതിനാണ് ഏകാർണവം. എവിടെ നോക്കിയാലും വെള്ളം. ഈ ഭൂമി എന്ന് പറഞ്ഞ ഒരു സാധനം കാണാനില്ലാണ്ട് വെള്ളമാണ്. അങ്ങനെ ആ മഹാപ്രളയകാലത്ത് ശ്രീനാരായണമൂർത്തി അനന്തനാകുന്ന മെത്തയിൽ യോഗനിദ്ര പ്രാപിച്ച സമയത്ത് ആ ഭഗവാന്റെ കർണമലത്തിൽ നിന്നുണ്ടായ ഭയങ്കരന്മാരായ 2 അസുരന്മാരാണ് മധുവും കൈടഭനും. അപ്പോൾ വിഷ്ണുവിൻ്റെ നാഭികമലത്തിലാണല്ലോ ഈ ബ്രഹ്മാവ് സ്ഥിതി ചെയ്യണത്. ഈ ഇവരിങ്ങോട്ട് ഭഗവാന്റെ ചെവിയിൽ നിന്ന് ആണ് പുറപ്പെട്ടത്. അപ്പോൾ ഇങ്ങോട്ട് പുറത്തേക്ക് വന്നപ്പോൾ ഈ താമരയിൽ ഇരിക്കണ ബ്രഹ്മാവിനെ കണ്ടു. അപ്പോൾ ഇവർക്കൊരു രസം, ഈ ബ്രഹ്മാവിനെ നമുക്കൊന്ന് പേടിപ്പിക്കാം, ഒന്ന് ഹിംസിക്കാം, ഇയാളെ നമുക്കൊന്ന് ശരിയാക്കാം എന്ന് വിചാരിച്ച് ഈ ബ്രഹ്മാവിൻ്റെ നേരെ പുറപ്പെട്ടു. 2 പേരും കൂടി. രാക്ഷസന്മാരല്ലേ, ബ്രഹ്മാവിന് പേടിയായി. ഭയപ്പെട്ടിട്ട് നിദ്രാദേവിയെ പ്രാർത്ഥിച്ചു, സ്തുതിച്ചു ബ്രഹ്മാവ്. അപ്പോൾ ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് നിദ്രാദേവി കണ്ണിൽ അങ്ങനെ ഓരോ ദിക്കിലും നിദ്രാദേവി ഉണ്ടായിരുന്നത്. അവിടെ നിന്നെല്ലാം നിദ്രാദേവി പുറത്തേക്ക് പോയി. അപ്പോൾ ഭഗവാൻ ഉണർന്നു. മഹാവിഷ്ണു ഉണർന്നപ്പോൾ ബ്രഹ്മാവിനെ നിഗ്രഹിക്കാനായിട്ട് നിൽക്കുന്ന ഈ അസുരന്മാരെ കണ്ടു.
അപ്പോൾ എന്നിട്ട് അവരോട് 5000 വർഷമാണ് ഭഗവാൻ യുദ്ധം ചെയ്തത്. എന്നിട്ടും അവർക്ക് യാതൊരു കൂസലുമില്ല, ഒരു ക്ഷീണവും ഇല്ല. പക്ഷേ ഭഗവാനാണ് ഇത്തിരിയെങ്കിലും വയ്യ എന്ന് തോന്നിയത്. അപ്പോൾ ഭഗവാൻ അവരോട് നിങ്ങൾ വരം ചോദിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് വരം തരാം എന്ന്. അവർക്ക് വരം കിട്ടിയിട്ടുണ്ട്. അവരാഗ്രഹിക്കുന്ന എനിക്കിപ്പം മരിക്കണം എന്ന് അവർ വിചാരിച്ചാലേ അവർ മരിക്കുള്ളൂ, അല്ലാതെ അവർ മരിക്കില്ല എന്നൊരു വരം അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഭഗവാൻ അവരോട് പറഞ്ഞു, എൻ്റെ അടുത്തുനിന്ന് വരം മേടിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് നിൻ്റെ വരമൊന്നും വേണ്ട, ഞങ്ങൾ നിനക്ക് അങ്ങോട്ട് വരം തരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ അവരോട് വരം ചോദിച്ചത് എന്താണെന്നറിയോ? നിങ്ങളെ കൊല്ലാനുള്ള വരം, നിങ്ങൾ എനിക്ക് വധ്യരാവണം എന്നാണ് വരം ചോദിച്ചത്. അപ്പോൾ അവർക്ക് നിവൃത്തിയില്ലാണ്ടായി. എന്നാൽ നീ ഞങ്ങളെ വെള്ളമില്ലാത്ത സ്ഥലത്ത് വെച്ച് വധിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഭഗവാന്റെ ജഘനത്തിൽ വെച്ചിട്ട് ആ സുദർശന ചക്രം കൊണ്ട് അവരുടെ കഴുത്ത് ഛേദിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഭഗവാന്റെ ജഘനം വരെ ഉണ്ടായിരുന്നുള്ളൂ, അത്രയും വെള്ളം ഉണ്ടായിട്ടും ഭഗവാന്റെ ജഘനം വരെ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ഭൂമിയിലെ ഈ മധുകൈടഭന്മാരുടെ മേധസ് വ്യാപിച്ചു. അങ്ങനെയാണ് ഈ ഭൂമിക്ക് മേദിനി എന്ന പേര് വന്നത്. അന്ന് മുതലാണ് ഭൂമിക്ക് മേദിനി എന്ന പേര് ഉണ്ടായത്. മേധസ് വ്യാപിച്ചത്, മധുകൈടഭന്മാരുടെ മേധസ് വ്യാപിച്ചത് കാരണമാണ് മേദിനി എന്ന പേര് വന്നത്. ഈ കഥ ഈ ഭാഗവതത്തിലല്ല, ദേവീ മാഹാത്മ്യത്തിൻ്റെ ആദ്യത്തെ അധ്യായത്തിൽ ഈ കഥയാണ് പറയുന്നത്. അത് ഭഗവാൻ ഉണരാൻ വേണ്ടി ഭഗവതിയാണ് സഹായിച്ചത് എന്ന് പറയുന്നു. അതുപോലെ അവരുടെ നാവിലിരുന്നിട്ട് ഭഗവതി ആണ് ഈ വരം മേടിക്കാൻ ഭഗവാന് അങ്ങോട്ട് വരം തരാം ഞാൻ എന്ന് പറയിപ്പിച്ചത്, ഞങ്ങൾ നിനക്ക് അങ്ങോട്ട് വരം തരാം എന്ന് പറയിപ്പിച്ചതും ഭഗവതിയാണ് എന്നാണ് അതിൽ പറയണത് ദേവീ മാഹാത്മ്യത്തിൽ. ഇപ്പം നമുക്കിങ്ങോട്ട് തിരിച്ചു വരാം. മണ്ണിൽ പിറന്ന് സുഖമേ മധുസൂദനൻ താൻ ഉണ്ണിക്കിടാവ് വടിവായി വളരുന്ന കാലം. സുഖമായി ഭൂമിയിൽ ദുഷ്ടനിഗ്രഹത്തിന് വേണ്ടി അവതരിച്ച ഭഗവാൻ, സുഖമായി അവതരിച്ച ഉണ്ണിക്കിടാവ് ശ്രീകൃഷ്ണൻ മധുകൈടഭന്മാരെ വധിച്ച ആ ഒരു ആളായതുകൊണ്ടാണ് മധുസൂദനൻ എന്ന പേരും വന്നത്. വടിവായി വെണ്ണയ്ക്ക് വന്നു പിശകും എന്ന് പറഞ്ഞ എപ്പോഴും വെണ്ണ ആ ഒരു ഭഗവാനാണ് ഇങ്ങനെ ഉണ്ണികൃഷ്ണൻ്റെ രൂപത്തിൽ ഈ അമ്പാടിയിൽ വന്നിട്ട് ഈ യശോദയോടും മറ്റുള്ള ഗോപസ്ത്രീകളോടും ഒക്കെ എനിക്കിത്തിരി വെണ്ണ തരുമോ, ഞാൻ ഡാൻസ് കളിക്കാം, അല്ലെ പാട്ട് പാടാം ഓടക്കുഴലിൽ എന്നിങ്ങനെ പറഞ്ഞിട്ട് വെണ്ണയ്ക്ക് ഇരക്കുന്നത് എന്ന് ആണ് പറയണത്. ആ വെണ്ണ കൊടുത്തില്ലെങ്കിൽ പിണങ്ങും, അപ്പം ശാഠ്യം പിടിക്കും, വാശിയാവും. വെണ്ണ ഇല്ല, ഇപ്പോൾ വെണ്ണ കഴിക്കണ്ടെന്നോ മറ്റോ പറഞ്ഞാൽ അപ്പോൾ വഴക്ക് അപ്പോൾ തുടങ്ങും. അതുകൊണ്ട് ഈ പെണ്ണുങ്ങളെന്ത് ഗോപാംഗനമാരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ വെണ്ണ എവിടെ വെച്ചാലും കട്ടെടുക്കും, എവിടെ വെച്ചാലും കണ്ണൻ്റെ കണ്ണവിടെ എത്താതിരിക്കില്ല. അപ്പോൾ കണ്ണൻ കാണാതെ വെണ്ണ സൂക്ഷിക്കാൻ ഒരിടം അവർ മനസ്സിൽ കരുതി എന്നാണ് ഇതിൽ പറയണത്. അതിലും ഒരു ദ്വയാർത്ഥമുണ്ട്. വേറൊരിടം കരുതിയിടിനാർ പോൽ എന്ന് പറഞ്ഞാൽ കണ്ണൻ കാണാതെ വെണ്ണ സൂക്ഷിക്കാൻ ഒരിടം എന്നുകൊണ്ട്, അല്ലെങ്കിൽ മനസ്സിൽ കരുതിയ വേറൊരു കാര്യം എന്നുവെച്ചാൽ ഗോപസ്ത്രീകൾക്കൊക്കെ നമുക്കറിയാം ഭഗവാനോട് ഒരു പ്രേമഭാവന ഉണ്ടായിരുന്നു. അത് മനസ്സിൽ സൂക്ഷിച്ചു വെച്ചു. ഓരോ ഗോപികമാരും ഭഗവാനോടുള്ള ആ ഒരു സ്നേഹം, പ്രേമം ഒക്കെ മനസ്സിൽ ഗോപ്യമായി വച്ചിരുന്നു
എന്നാണ്, എന്നും കൂടി അതിന് ഈ ഒരർത്ഥമുണ്ട്. വേറൊരിടം കരുതിയിടിനാർ പോൽ എന്ന് പറഞ്ഞു. മനസ്സാകുന്ന വെണ്ണ സൂക്ഷിച്ച് ഭഗവാന് കൊടുക്കാൻ വേണ്ടി സൂക്ഷിച്ച് വച്ചിരുന്നു എന്നും കൂടി ഒരു അർത്ഥം ഇതിൽ ഉണ്ട്. അടുത്ത ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത തവണ നോക്കാം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്താലേ ആരൊക്കെയാണിത് ശ്രദ്ധിച്ച് കേൾക്കണത് എന്ന് മനസ്സിലാവുള്ളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അതുപോലെ ശ്ലോകങ്ങൾ വേണ്ടത് എഴുതിയെടുക്കാം. അക്ഷരശ്ലോകം പഠിക്കുന്നവർക്ക് അത് എഴുതിയെടുത്ത് പഠിക്കാവുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.